ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒന്ന് ഉറക്കെ പറയാമോ എല്ലാവരും? ട്രെയിലർ ഇഷ്ടമായെങ്കിൽ അതിനു മുമ്പ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന ഫെബ്രുവരി 9 സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിച്ച് നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ, വലിയ കൊച്ചു സിനിമയാണ് ഇത്, പ്രേമലു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിലും ലുലു ഗ്രൂപ്പിനും ലുലു സെലിബ്രേറ്റിനും ഒക്കെ വളരെ നന്ദി. താങ്ക് യു. ഗിരീഷേടി പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ പടങ്ങളാണ്. ഒരുപാട് തലവകേണ്ട ആവശ്യം ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയി സന്തോഷിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു കോമഡി പടമാണ്. ഇവിടെ നസ്ലിനുണ്ട്, അറിയാമല്ലോ, പെൺകുട്ടികളുടെയൊക്കെ ഹരമായ നസ്ലിൻ. അല്ല, ഒരു നല്ലൊരു തമാശ പടമാണ്. എല്ലാവർക്കും എനിക്കൊന്നും കണ്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല പാട്ടുകളുണ്ട്. വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റായിരുന്നു പ്രേമലുവിൻ്റേത്. അപ്പം ഞങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ വന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അതേ മറ്റേ ഗിരീഷനെ വിളിച്ചിട്ട് പറഞ്ഞോ വിഷമമുണ്ടായി പിന്നെ. പക്ഷെ എന്നാലും ആ ബോണ്ട് ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷം. എല്ലാവരും പറഞ്ഞത് തന്നെയാണ്, ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ഗിരീഷേട്ടനായിരുന്നു. അതുപോലെ കൂടുതലായാലും ഇപ്പം 3ാമതും ഗിരീഷേട്ടനെ തന്നെ ആയത് വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചതൊക്കെ. ഞങ്ങൾ 3 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ, അവർ 3 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരി തമാശയൊക്കെ പടം കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടിയും ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ക്യാരക്ടറാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വിഷ്വലി ഭയങ്കര ഫ്രഷായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് കൂടുതലും എല്ലാവരും വിഷ്വൽസിന് നന്നായിട്ട് പറയുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫൺ ഉറപ്പായിട്ടും ഉണ്ടാവും.